ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ചീസ് റോളാണ്. അതിന് മുന്നേ ആയി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടിപൊളി ഒരു സ്നാക്കാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കെല്ലാം നന്നായി ഇഷ്ടപ്പെടുന്നൊരു സാധനമാണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ചീസ് റോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചീസ് റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ബ്രെഡാണ്. ഫില്ലിങ്ങിനായിട്ട് ചിക്കനും വെജിറ്റബിളും. ഞാനിവിടെ ചിക്കന് മസാല പുരട്ടി വെച്ചതാണ്. മഞ്ഞളും കുരുമുളക് പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ടാണ് ഞാനിവിടെ മസാല പുരട്ടി വെച്ചിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫില്ലിങ്ങിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വെജിറ്റബിള് ക്യാരറ്റ്, ക്യാപ്സിക്കോ, കാബേജ്, ഫ്രൈ ആക്കിയ ചിക്കൻ, ടൊമാറ്റോ, ഓണിയൻ. ഇത് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ മൊസറല്ല ചീസാണ്. ബ്രെഡിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ ഇവിടെ ഒരു കപ്പ് മൊസറല്ല ചീസാണ് എടുത്തിരിക്കുന്നത്. ബ്രെഡിലേക്കാണ് നമ്മൾ പണ്ട നിറച്ച് വെച്ച് കൊടുക്കുന്നത്. അതിനായിട്ട് ആവശ്യമുള്ള ബ്രെഡ് ഞാൻ ഇവിടെ എടുത്ത് വെച്ച് കുറച്ച് ബ്രെഡ് എടുത്തിട്ട് ബ്രെഡ് ക്രംസും ആക്കി വെച്ച്. ഇത് മൈദയും വെള്ളവും ഉപ്പും കൂടി ചേർത്തിട്ട് ഞാൻ കലക്കി വെച്ചതാണ്. ഇതേ ലൂസിലായിരിക്കണം കലക്കേണ്ടത്. ഇത് നമുക്ക് ബ്രെഡ് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് വെജിറ്റബിൾ എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1/2 ടീസ്പൂണ് ക്രഷ്ഡ് ചില്ലിയുമാണ് ഇവിടെ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടി നന്നായി നമുക്ക് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് മയണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു പറ്റിന് വേണ്ടിയിട്ടാണ്, ഓപ്ഷണലാണ്. വേണ്ടവർ മാത്രം ചേർത്താൽ മതി. അടുത്തതായി ബ്രെഡ് ഞാനിവിടെ ആവിയിൽ വെച്ച് ചൂടാക്കി എടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നനച്ചെടുത്താലും മതി. ഇനി നമുക്കിത് മെല്ലെ പരുത്തുമ്പോൾ അടിയിൽ പറ്റും. അതുകൊണ്ട് കുറച്ച് ഓയിലും കൂടി ഞാൻ അടിയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായി ഞാൻ 1 ടേബിൾ സ്പൂണ് മൊസറല്ല ചീസാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച വെജിറ്റബിൾ ചിക്കൻ പണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നേരത്തെ നമ്മൾ കലക്കി വെച്ച മൈദ മാവ് ബ്രെഡിൻ്റെ സൈഡിലെല്ലാം പുരട്ടി കൊടുക്കുക. നന്നായിട്ട് ഇത് പറ്റി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാ സൈഡിലും ഇത് പുരട്ടി കൊടുക്കുന്നത്. ഇനി നമുക്കിത് റോള് ചെയ്തെടുക്കാം. അതിൻ്റെ എൻഡിങ്ങിൽ കുറച്ചും കൂടി മൈദ മാവ് കലക്കിയത് ഇട്ട് കൊടുത്ത് നല്ലോണം അതിനെ ഒട്ടിപ്പിച്ചെടുക്കാം. ഏകദേശം ബ്രെഡെല്ലാം ഞാനിവിടെ പണ്ടം നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൈദ മാവിലിട്ട് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസ് എല്ലായിടത്തും എത്തുന്ന രൂപത്തിൽ പുരട്ടി കൊടുക്കാം. അങ്ങനെ നമ്മളെ ചീസ് റോൾ ഏകദേശം ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാനാണ്. അതിന് മുന്നേ ആയിട്ട് ഒരു 15 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മാത്രം പൊരിച്ചാൽ മതി. അല്ലെങ്കിൽ എണ്ണ കുടിക്കും. അതുകൊണ്ട് എണ്ണ കുടിക്കാത്ത ഒരു ഇതല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇത് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ അടിപൊളി ചീസ് റോൾ ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്ന അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ.